നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനായ ഗവർണർ പോലീസുമായി ഇടഞ്ഞ് റോഡിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിക്കുന്ന അസാധാരണ സാഹചര്യം വഴിതുറക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിലേക്കാണ്. സംസ്ഥാനത്തെ ഒന്നാം പൗരനായ ഗവർണർ സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ചയുണ്ടെന്ന് ആവർത്തിക്കുന്നത് വെറുതെ അല്ലെന്നാണ് സർക്കാരും വിലയിരുത്തുന്നത്. സംഘർഷ സ്ഥലത്ത് ഗവർണർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ ആക്രമണമോ ഉണ്ടായാലും കേന്ദ്രത്തിന് കടുത്ത നടപടിയെടുക്കാം. രാജ്ഭവനും ഗവർണർക്കും കേന്ദ്ര സേനയുടെ സുരക്ഷ ഏർപ്പെടുത്താനിടയുണ്ട്. ഗവർണർ നേരത്തെ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ ഗവർണറുടെ അത് വെറും ഷോ ആണെന്ന് മന്ത്രി ശിവൻകുട്ടി തുറന്നടിച്ചു. സർക്കാരിനെതിരായ കേന്ദ്ര നിലപാടിൻ്റെ ഭാഗമാണ് ഗവർണറുടെ നീക്കമെന്ന് CPM വിലയിരുത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രം ഗവർണറെ ഉപകരണമാക്കി മാറ്റുന്നെന്നും CPM വിലയിരുത്തുന്നു. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നയപ്രഖ്യാപനം വായിക്കാതിരുന്ന ഗവർണർക്ക് മറുപടി എന്നോണം റിപ്പബ്ലിക് ദിന വിരുന്നിൽ മുഖ്യമന്ത്രി, മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, DGP എന്നിവരൊന്നും പങ്കെടുത്തതുമില്ല. ഇതിലുള്ള അതൃപ്തി കൂടി കടുപ്പിക്കുന്നതാണ് നിലമേലിൽ ഗവർണറുടെ അസാധാരണ സമരത്തിന് കാരണമായത്. നേരത്തെ തിരുവനന്തപുരത്ത് 3 ഗവർണറെ തടഞ്ഞ് കരിങ്കൊടി കാട്ടുകയും അതിക്രമത്തിന് ശ്രമിക്കുകയും കാറിന് കേടുപാട് വരുത്തുകയും ചെയ്തു. SFIക്കാർക്കെതിരെ 7 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന IPC 124 അടക്കം കടുത്ത വകുപ്പുകൾ ചുമത്തിയിരുന്നു. രാഷ്ട്രപതിയെയും ഗവർണറെയും തടയുകയോ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നതിന് ചുമത്തുന്ന പ്രത്യേക വകുപ്പാണിത്. IPC 124 സവിശേഷ വകുപ്പ് ഗവർണർ തനിക്കെതിരായ പ്രതിഷേധക്കാർക്കെതിരെ ഉപയോഗിക്കുന്നതാണ് സമീപകാലത്ത് കേരളം കണ്ടത്. രാഷ്ട്രപതി, ഗവർണർ എന്നിവരെ തടയാനോ ഉപദ്രവിക്കാനോ ആക്രമിക്കാനോ ശ്രമിക്കുന്നവർക്കെതിരെയാണ് ഈ വകുപ്പ് ചുമത്തുക. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗവർണർക്കെതിരെ കയ്യേറ്റമുണ്ടായപ്പോൾ ഈ വകുപ്പനുസരിച്ച് കേസെടുക്കാവുന്നതാണെന്ന് ഗവർണർ പറഞ്ഞിരുന്നു. പ്രതിഷേധക്കാർ ഗവർണറെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തുകയോ ഗവർണർക്ക് സമീപം എത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി IPC 124 വകുപ്പ് ചുമത്തിയിരുന്നില്ല. എന്നാൽ തിരുവനന്തപുരത്തെ പ്രതിഷേധത്തിൽ ഈ വകുപ്പ് ചുമത്തി.